പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെയ്യപ്പത്തിൻ്റെ വീഡിയോ തന്നെയാണ് ഇട്ടത്. പക്ഷേ അത് വിൽക്കാനുള്ളതാണെന്ന് മാത്രം. അപ്പോൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഫുഡിൻ്റെ ലൈസൻസ് എടുക്കണം. അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഞാനത് തുടങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ വീണ്ടും നമുക്ക് ഓർഡർ തന്നു കേട്ടോ. അപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. മുന്നേ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് 1.5 കിലോൻ്റെ, ഇതിപ്പോൾ 1 കിലോനാണ് കേട്ടോ. അപ്പോൾ 1 കിലോ പൊടി ഞാൻ മില്ലി കൊണ്ട് പൊടിച്ചതാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്നും മിക്സിയിലൊന്നിട്ട് അങ്ങനെ പൊടിയില്ല. ഇതൊരു പുട്ടിൻ്റെ പുട്ടുപൊടി ഉണ്ടല്ലോ, അതേ രൂപത്തിൽ പൊടിച്ചോണം. എന്താ ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 1.5 ഗ്ലാസ്സോളം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൈദ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും നെയ്യപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഇതിപ്പോൾ ഞാനൊരു കടയിലേക്ക് കേട്ടോ. ഇവിടെ അടുത്ത് കട വന്നപ്പോൾ ആ ചേച്ചി എന്നോട് നെയ്യപ്പം ഉണ്ണിയപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് 3/4 കിലോ ശർക്കര, ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു 10 രൂപ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ കറക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞ് വരും. മുന്നത്തെ വ്യൂസൊക്കെ കുറഞ്ഞ് വരും. ഞങ്ങൾക്ക് 4000 വാച്ചിങ് അവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4000-ൻ്റെ അടുത്ത്. പിന്നെ ഇപ്പോൾ അത് 3500 കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വലിയ താല്പര്യമില്ല അതിൽ നിന്ന്. നമ്മൾ പാചകം പ്രത്യേകിച്ചും ആൾക്കാർ പ്രത്യേകിച്ചൊന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നല്ല, വേറെ എന്തെങ്കിലുമൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കേട്ടോ ഞാൻ ചെയ്ത് വയ്ക്കുന്നത്. നല്ലോണം ഇതൊന്ന് അടിച്ചെടുക്കുക, അപ്പോഴാണ് ഇതൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുറച്ചുകൂടി രുചിയുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ നല്ലോണം കലക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. 1 കിലോ പച്ചരി പൊടിച്ചതും ഗോതമ്പ് പൊടി, 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയും, പിന്നെ ഇതിലേക്ക് 3/4 കിലോ ശർക്കരയും. ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നാലും ഞാൻ അവരോട് പറയണത്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണല്ലോ, അത് ഏതെങ്കിലും ഒരെണ്ണം വൈറലായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും. അല്ലാതെ ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ വ്യൂസൊക്കെ കുറഞ്ഞ് പോകും. ഇതിലേക്ക് ഞാൻ 1 മുറി നാളികേരം കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കൊടുക്കണം എന്നാണ് എനിക്കൊരാഗ്രഹം കേട്ടോ. എങ്ങനെയും കാട്ടിക്കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണവർ വിചാരിക്കില്ലേ നന്നായിട്ടില്ല എന്ന്. അപ്പം നല്ലോണം പോലെ തന്നെ കൊടുക്കാം. 1 മുറി നാളികേരം വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത് കേട്ടോ, നെയ്യിലല്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ ഒരു 50 ഗ്രാമോളം ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ചുക്ക് ഇട്ടാ, അത് നല്ലൊരു മണവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. ചുക്ക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും കൂടി പൊടിച്ചിട്ട് വരാം കേട്ടോ. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായയുടെ തൊലി മൊത്തം ഉണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഈ നാളികേരം കുത്തിയിടുമ്പോഴാണ് നെയ്യപ്പം പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് വലിയ നാളികേരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇതുപോലെ കൊടുക്കുമ്പോഴാണല്ലോ അത് പലരിലേക്ക് അത് എത്തണത്. അപ്പോൾ പിന്നെ നമുക്ക് നേരിട്ട് ഓർഡർ കിട്ടും. ഇതിപ്പോൾ കടയിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഉണ്ടാക്കണതിന് മുന്നേ വേറെ തന്നെ 3ാമത്തെ ഈ ചുറ്റുപാടുള്ളവർക്ക് കുറച്ച് 10-40 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് 2 ദിവസം കഴിയണം അത് ഉണ്ടാക്കണമെങ്കിൽ. അതിപ്പോൾ വീഡിയോയിലൊന്നും കാണിക്കില്ല കേട്ടോ. ഇനി ഞാനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാണ്ട് ഓയിലാണ് കേട്ടത്. ഓയിൽ മതി എന്നവർ പറഞ്ഞത്. ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മൊരിഞ്ഞ് വരട്ടെ. യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ചാൽ നമുക്ക് വേറെ വല്ല കോമഡിയോ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ ആണ് കയറി പോണത് കേട്ടോ. നമ്മളെ ഈ പാചകം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ വലിയ ലാഭമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇനി വലിയൊരു ചീനച്ചട്ടി മേടിക്കണം കേട്ടോ. കട്ടിയുള്ള ഇരുമ്പിന് ചീനച്ചട്ടിയിലാണ് കുറച്ചും കൂടി ഭംഗിയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടവർ ചെയ്ത് നോക്കാം കേട്ടോ.